സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ റിവ്യൂസിന്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ക്രിസ്റ്റഫർ നോളന്റെ ദി ഒഡീസി എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. പടം എങ്ങനെയുണ്ടെന്ന് ഒറ്റ വാക്കി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പെരിമെന്റ് എന്ന് പറയാൻ പറ്റും. കാരണം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നോക്കുക, ഫോണിലൊന്നും വന്നിട്ട് കാണാൻ നോക്കല്. മാക്സിമം നിങ്ങൾ ഐമാക്സിൽ തന്നെ കാണാൻ നോക്കുക. കാര്യം എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഞാൻ ഐമാക്സിൽ പോയില്ല. ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിലെ സാധാരണ തിയേറ്ററിലാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആ ഒരു സൗണ്ട് ക്വാളിറ്റി, ചില മുഴക്കങ്ങളൊക്കെ വരുന്ന സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സംഭവങ്ങളൊക്കെ വരുമ്പോൾ തിയേറ്റർ ഫുൾ ഒരു പതർച്ച ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാര്യം ആ തിയേറ്ററിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ അതിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കിടിലൻ ഗ്രാൻഡ് ആയിട്ടുള്ള വിഷ്വലും കാര്യങ്ങളൊക്കെ ഈ ഒരു മൂവി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 10 വർഷം നീണ്ടുന്ന ട്രോജൻ വാറിന് ശേഷം സ്വന്തം നാടായ ഇത്തിക്കയിലേക്ക് ഒഡീസി തിരിച്ചു വരുന്ന സ്റ്റോറിയാണ് ഇതിൻ്റെ അത് മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത്. പക്ഷേ പുള്ളിക്ക് പല സാഹചര്യങ്ങൾ കാരണം 10 വർഷം വീണ്ടും കടലിൽ തന്നെ തങ്ങേണ്ടി വരും. കാര്യം കുറേ ഐലൻഡുകളിലും കാര്യങ്ങളൊക്കെ കയറി പുള്ളിക്ക് കുറേ കേഴ്സും ശാപങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ പുള്ളി വീണ്ടും 10 വർഷം എടുത്താണ് നരകിച്ചാണ് സ്വന്തം നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ആ പുള്ളിയുടെ ആ ഒരു അതിൻ്റെ അകത്തുള്ള അഡ്വഞ്ചറും പുള്ളി അനുഭവിക്കുന്ന കുറേ ട്രാജഡിയും സംഭവങ്ങളും ഒക്കെയാണ് ഈ ഒരു മൂവിക്ക് അത് മെയിനായിട്ട് എടുത്ത് കാണിച്ചിരിക്കുന്നത്. പക്ക ട്രീറ്റ് ആയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ അഗമോണിന്റെ കുറച്ച് സീനും കാര്യങ്ങളുണ്ട്. ചില പഴയ വാർ സീന്, അതായത് ട്രോയിലെ കുറച്ച് വാർ സീനും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് അഗമോണിന്റെ കുറച്ച് ആ ഒരു ഗേറ്റ് തുറക്കുമ്പോൾ അഗമോണെ കാണിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് ഗൂസ് ബംസ് വരുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പടത്തിൽ എനിക്ക് മെയിൻ ആയിട്ട് എടുത്ത് തോന്നിയിട്ടുണ്ടായിരുന്ന ക്ലൈമാക്സ് സീൻ ഭയങ്കര അടിപൊളിയായിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് പക്ക ആ ഒരു പടം കാണുമ്പോൾ നമ്മൾ ഓർക്കും ക്രിസ്റ്റഫർ നോളൻ ഒരു ഫുൾ ഫ്ലെച്ച് പണ്ടത്തെ ഒരു വാർ ടൈപ്പ് മൂവി എടുക്കുമായിരുന്നെങ്കിൽ പുള്ളി എങ്ങനെ ചെയ്യുന്ന ആ ഒരു ചെറിയ സീനി പുള്ളി കാണിച്ചു വെച്ചിട്ടുണ്ട്. അത്ര അടിപൊളിയായിട്ടാണ് വാർ സീൻ അല്ല, സോറി, ആ ക്ലൈമാക്സ് അവർ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വാർ സീനിന്റെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അവിടെ ഇവിടെയും ഫ്ലാഷ് ബാക്ക് പോലെ. പക്ഷെ അത് കിടലിനായിട്ട് തന്നെയാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി അറിയാവുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും ഒഡീസിയസ് നേരിടുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കാനിബിൾസിനെയും അതുപോലെ തന്നെ സൈക്ലോപ്സിനെയും ഇതിനെയൊക്കെ നമ്മുടെ ക്രിസ്റ്റഫർ നോളന്റെ വേർഷനിൽ അവരെടുത്ത് ആ ഡെത്ത് ഐലൻഡ് ഒക്കെ എടുത്ത് കാണിച്ചിരിക്കുന്നത് ഭയങ്കര കിടലിനായിട്ടാണ്. എനിക്ക് ഈ പടത്തിന്റെ അകത്ത് ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് തോന്നിയിരിക്കുന്നത്. അത്തീനേനെ കാണിച്ചിരിക്കുന്ന ഒരു ഹ്യൂമൻ രീതിയിലൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ആ ഒരു സംഭവങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത് ഭയങ്കര കിട്ടും. മാറ്റ് ഡേമൺ ആണ് കിട്ടിലൻ പെർഫോമൻസ് ആണ്. ടോം ഹാളൻഡ്, അതുപോലെ തന്നെ റോബർട്ട് പാറ്റിൻസൺ, ഈ ഒരു പടത്തിന്റെ അകത്ത് ആരൊക്കെ വന്നിട്ടുണ്ടോ അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൂവിയിലെ ട്രോജൻ വാറിനെ കുറിച്ചും ഗ്രീക്ക് യുദ്ധത്തിനെ കുറിച്ചും ഒന്നും അറിയത്തില്ലാത്തവരാണ് നിങ്ങൾക്ക് 2004 ഇറങ്ങിയ ബ്രാഡ് പിറ്റിന്റെ ട്രോയ് എന്ന് പറയുന്ന മൂവി ഉണ്ട്. ആ ഒരു മൂവി വാച്ച് ചെയ്തിട്ട് ഇത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കണക്ഷനും കാര്യങ്ങളും മനസ്സിലാവും. കാര്യം ആ ഒരു വാറിന് ശേഷം നടക്കുന്ന സ്റ്റോറിയാണ് ഈ ഒരു ഒഡീസി എന്ന് പറഞ്ഞ സ്റ്റോറി. സോ ആ ഒരു ട്രോയ് എന്ന് പറഞ്ഞ മൂവി കാണുവാണെങ്കിൽ ഇത് കുറച്ചും കൂടെ നമുക്ക് ക്യാരക്ടേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ടേഴ്സൊക്കെ മാറ്റമുണ്ട്. എന്നാലും നമുക്ക് കുറച്ചും കൂടെ ഈ യുദ്ധം എന്തിനാണ് നടന്നത്, ഇതിന്റെ കുറച്ചും കൂടെ ഡെപ്തും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. ഇതിൻ്റെ അകത്ത് ഓൾറെഡി ട്രോജൻ വാറിനെ കുറിച്ചും ഹോഴ്സിനെ കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. എന്നാലും അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാണ് ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ക്രിസ്റ്റഫറിന്റെ മൂവി പോലെ തല പുകച്ചിരുന്ന് കാണേണ്ട സംഭവങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം ട്രോജൻ വാറിന്റെയും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ചുമ്മാ പോയി കണ്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. വിഷ്വൽ ട്രീറ്റ് ആണെങ്കിലും സൗണ്ട് എഫക്റ്റ് ആണെങ്കിലും എല്ലാം, ബാക്ക്ഗ്രൗണ്ട് സോങ്സും എല്ലാം ഒന്നിനൊന്നിന് പെർഫെക്റ്റ് ആയിട്ടാണ് അവരെടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു ആബ്സല്യൂട്ട് മൂവി എന്ന് പറയാം. നിങ്ങൾ മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇതൊരു വലിയ നഷ്ടമായിരിക്കും. ഐമാക്സിൽ മാക്സിമം പോയി കാണാൻ ശ്രമിക്കുക. ഞാൻ ഇനിയിപ്പോൾ രണ്ടാമത് ഐമാക്സിൽ കാണാമെന്നുള്ള മൈൻഡിലാണ് ഇരിക്കുന്നത്. സോ അത്രയ്ക്കും വർത്താണ് ഈ മൂവി. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.